കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ മഞ്ഞു പോലെ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ തന്നെ നാനോ തന തന്നെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ നെഞ്ചലിഞ്ഞ കിളി പോലെ അവളും ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ മനസ്സുക്കുள் ஜல் 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 கொஞ்சம் ஆசை கொஞ்சம் கனவு இவையில்லாமல் வாழ்க்கையா 100 கனவுகள் கண்டாலே 6 கனவுகள் பலிக்காதா கனவே கை சேரவா கொஞ்சம் மைனாக்களே என் குரல் கேட்டு ஒன்று கூடுங்கள் கையால் தள்ள ஜன்னல் காற்றாகி வா ஜரிகை பூவாகி வா மின்னல் மழையாகி வா உயிரின் மூச்சாகி வா ஜன்னல் காற்றாகி வா ஜரிகை பூவாகி வா மின்னல் மழையாகி வா உயிரின் மூச்சாகி வா வாசமே, 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 வாசமே,
So sweet. സ്നേഹ ആൻഡ് ശ്രേയ ഹായ് ചേച്ചി. സൂപ്പർ ആയിരുന്നു. Thank you, എല്ലാവർക്കും ചേച്ചി. ഇഷ്ടമുള്ള 3 പാട്ടുകൾ. എന്ത് തോന്നി നിങ്ങക്ക്? അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, അവർക്കാ തോന്നി. ഞങ്ങൾക്കാ തോന്നിയത്. ആണല്ലേ? എന്ന് ചോദിക്കാലോ നമുക്ക്. ചോദിക്കും. ഓക്കെ എം ജി സാർ. നന്നായിരുന്നു, നല്ല രസമായിരുന്നു, കേൾക്കാൻ മനോഹരമായിരുന്നു. താങ്ക് യു സർ. അവർ രണ്ടുപേരും നല്ല പാട്ടുകാരാണ്. കാരണം അവരുടെ തൊണ്ടയിൽ വരാത്ത കാര്യങ്ങളില്ല. എനിക്ക് ഈ സ്നേഹയെ കാണുമ്പോഴത്തേക്ക് പാട്ട് കേൾക്കുമ്പോഴും സ്വർണ്ണലതയുടെ അതേ ടോണാണ്, അതേ ഒരു ടെക്സ്ചറാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ശ്രേയ നന്നായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഈ ആദ്യവും അവസാനവും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ നടുക്ക് പാടിയ ഒരു പാട്ടുണ്ടല്ലോ, അത് ഇതിനകത്ത് ഒരു ചേരുവ ചേർന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. മഞ്ഞ് പോലെ ഓക്കെ, അത് കഴിഞ്ഞു വന്നേതാ? ആ, അത് വെറുതെ മഞ്ഞ് പോലെ ഒന്ന് പാടിക്ക്. മഞ്ഞ് പോലെ മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ ചേർത്ത് പാടിക്കത്. അടുത്ത പാട്ട് പകലിൽ ഒരു വെണ്ണില. ഇനി അടുത്ത പാടിക്ക്. ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു അതിന്റെ ഓർക്കസ്ട്രേഷൻ വന്നപ്പോഴത്തേക്ക് കുറച്ച് നോട്ട്സ് വേറെ വന്നു. സ്നേഹ പാടിയ പാട്ടില്ലേ, സ്നേഹ പാടിയ പാട്ടിന് കുറച്ച് നോട്ട്സ് വ്യത്യാസം വന്നു ഓർക്കസ്ട്രയിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു സിങ്ക് പോയോ എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇറ്റ് വാസ് ഗുഡ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും വേറെ ഏതെങ്കിലും ഒരു പാട്ട് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റുമോ ഇതിൻ്റെ കൂടെ ചേരുന്നത്? അത് ഓക്കെ. പിന്നെ ഞങ്ങൾ ആദ്യം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ണാമൂച്ചി അതുമായിട്ട് ചേരുന്ന ഒരു പാട്ട്, ലാസ്റ്റ് സോങ്ങും ഈ സോങ്ങുമായിട്ട് ചേരുന്ന ഒരു പാട്ട് ആർക്കെങ്കിലും പറയാമോ? നില നില, അത് ചേരും. എത്രയോ പാട്ടുകളുണ്ട്. നീല നീല ഗോവിന്ദ്. പക്ഷെ അത് ഓൾറെഡി പാടിക്കഴിഞ്ഞല്ലോ. പാടിക്കഴിഞ്ഞു. സാറ് ഒരു കാതിലോലെ പോവും. അത് ശ്വാസമേന്റെ BGM അത് വരുന്നുണ്ട്. ഉണ്ട്. എന്നാലും ഞാൻ പറഞ്ഞത് അതുപോലെ വന്നിരുന്നേ കുറച്ചുകൂടെ ഒരു 3 പാട്ട് ഒരുപോലെ വരുമ്പോഴാണ്, അറിയാതെ കേറിപ്പോകുന്ന 3 പാട്ടുകൾ വരുമ്പോഴാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി വരുന്നത്. അത്രേ പറഞ്ഞുള്ളൂ, വേറൊന്നുമില്ല. നന്നായിട്ട് പാടി, രണ്ടുപേരും നന്നായിട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ. അല്ല, ഒന്നും പറയാനില്ല ഇതിനകത്ത്. നിങ്ങളെല്ലാം നല്ല പാട്ടുകാരാണ്, അസാധ്യമായിട്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, മനോഹരമായിരുന്നു. എന്തായാലും നല്ലൊരു രസകരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ നിങ്ങൾ കാഴ്ചവെച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് കോറസ്, ആഹാ, നിങ്ങൾക്കുണ്ടല്ലോ ഒരു സംഭവം അല്ലേ, നിങ്ങൾക്കൊരു കോൺട്രിബ്യൂഷൻ ഇല്ലേ. പിന്നെ നമ്മുടെ ഓർക്കസ്ട്ര, അതും പറയേണ്ട കാര്യമാണ്. ഗുഡ് ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ. ഷാനിക്ക. സ്നേഹ, ശ്രേയ നന്നായിട്ട് പാടി, നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ഓർക്കസ്ട്രക്ക് വലിയൊരു കൈയടി. ഇത് കാരണം ഇത് ഈസി അല്ല ഈ മെറ്റലി ജോയിൻ ചെയ്യാന്ന് പറയുന്നത് തന്നെ. ഇൻഡിവിജ്വലി നോക്കുമ്പോൾ 3 ഉഗ്രൻ സോങ്സ് ആണ് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത്. എനിക്ക് ഒരു പൊടിക്ക് എനിക്ക് ഇഷ്ടം കൂടിയത് സ്നേഹയുടെ സിംഗിങ് ആണ്. എനിക്ക് ശ്രേയയുടെ വോയിസിന് സ്ക്രാച്ച് എനിക്ക് മൂക്കടഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, അങ്ങനെ ഒരു കൺജഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ശ്രേയ. ഒരു കുറച്ചൊരു ഫോഴ്സ് ചെയ്തിട്ട് ഒന്ന് തള്ളി വിടുന്നത് പോലെയുണ്ട് ശബ്ദം. പിന്നെ നമ്മൾ തന്നെ കഴിഞ്ഞിട്ട് മുത്തുപോലെ മുളം തത്ത പോലെ അവിടുത്തെ പ്ലാൻസിലൊക്കെ ഒരു റഷ് ഫീൽ ചെയ്തു, ഒരു ഓട്ടപ്പാച്ചില്. പിന്നെ സ്നേഹയുടെ അത് ക്ലീൻ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു സ്ക്രാച്ച്നെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു പൊടിക്ക് കൂടുതൽ. സ്നേഹയുടെ സിംഗിങ് നല്ലായിരുന്നു. അത്രേ ഉള്ളൂ. നല്ല സോങ് സെലക്ഷൻ. ഇൻഡിവിജ്വലി 3 ഉഗ്രം പാട്ടുകളും കൊണ്ടാണ് വന്നത്. ഈ ഒച്ചയടപ്പൊക്കെ ഇത്രയും പെട്ടെന്ന് മാറ്റിക്കും കേട്ടോ. സ്നേഹ, ശ്രേയ നല്ല എന്താ പറയുക, നല്ല ഒരു പാക്കേജ് ആയിരുന്നു. ഉഗ്രം പാട്ടുകൾ, അത് കേൾക്കുമ്പോൾ എന്ത് സന്തോഷമാണ്. പിന്നെ ഒന്നാമത് നമ്മുടെ കിണ്ണാച്ചി പാടിയ പാട്ടല്ലേ ശ്രേയ പാടിയത്, മഞ്ഞു പോലെ. അതൊരു മൊത്തത്തിലൊരു കൺട്രോൾ ഇല്ലായ്മ ഉണ്ടായിരുന്നു ശ്രേയക്ക്. ആ മാനൊക്കെ മാനായിരുന്നു. അതൊക്കെ ശരിയാവണം. പിന്നെ ഈ തന്നെ പാടുമ്പോൾ മൊത്തം മൂക്കാ വരുന്നത്, അത് മൂക്ക് അടഞ്ഞിട്ടാ. അത് ശരിയായിക്കോണം. പിന്നെ അടുത്ത മുത്തുപോലെ പാടുന്നതിൽ ക്ലാരിറ്റി വേണം ആ സംഗതിക്കൊക്കെ. കേട്ടോ, ശ്രേയ നല്ല പാട്ടുകാരിയാണ്. പിന്നെ കിളി പോയത് കിളി പോയി, നമുക്കതിനെ പിടിക്കാനും പറ്റത്തില്ല.
അവൾ അഞ്ചിതല്ല, അതൊക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി ആവാം ശ്രേയ. പിന്നെ സ്നേഹ അല്ലേ ഈ പകലിൽ ആ മനസ്സുക്കുൾ, അതിന്റെ നോട്ട്സ് ഒന്ന് കൃത്യമായിട്ട് പാടാമോ? വീടേ സൊൽ 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 മനസ്സുക്കുൾ ജൽ 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 വീടേ സൊൽ 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 മനസ്സുക്കുൾ മനസ്സുക്കുൾ ആ ദരീന, ദരീന. മനസ്സുക്കുൾ ജൽ ആ ജൽ അതിനൊരു ക്ലാരിറ്റി. കാര്യം അവ രണ്ട് നോട്ട് റഹ്മാൻ ചെയ്ത് വെച്ചേക്കുമ്പോൾ അത് നമ്മൾ അതൊരു കൃത്യതയോടെ പാടണ്ടേ. പിന്നെ ഈ നദികളില്ലാതെ അത് ശ്രേയ, ആ അത് ശരിയായിക്കൊള്ളാം ശ്രേയ. ഓക്കെ സർ. മുഴു നിലവാക, നിലവാക. അതിനൊക്കെ ഒരു ക്ലാരിറ്റി വേണം കേട്ടോ. അത്രേ ഉള്ളൂ. നിങ്ങൾ ബാക്കിയൊക്കെ നല്ല നീ ചേർന്ന് ഇവിടൊക്കെ എഴുതി വെച്ചേക്കുന്നത് ഇവിടെയൊക്കെ ഉണ്ട്. സാർ പരീക്ഷയ്ക്ക് പോലും ഇത്രയും പേപ്പർ ഇല്ല, ഞാൻ പരീക്ഷയ്ക്ക് എഴുതിയിട്ടേ മഞ്ഞുപോലെ കുറേ എഴുതാനുണ്ടായിരുന്നു. പോയിട്ടില്ല. അപ്പൊ ഇതാണ് ഇപ്പൊ എന്താ പറയണ്ടത്, ഒരു പണവട തൂക്കം മുന്നിൽ നിൽക്കുന്നത് സ്നേഹയാണ്. ഇത് നല്ല പ്രസന്റേഷൻ ആയിരുന്നു. പക്ഷേ ചെറിയ ഇത്തി പോലും താന്ന ഇരിക്കുന്ന കേട്ടോ. അത് പാടുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് സാർ. ഇതെല്ലാം നിനക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ കൺട്രോള് നിക്കുന്നില്ല. കൺട്രോൾ നിൽക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ശരത് സർ. ഇറ്റ്സ് ഓക്കെ ഡാർലിംഗ്. ചേച്ചി സ്നേഹ ആൻഡ് ശ്രേയ, ചേച്ചി എന്റെ നിഗമനം അനുസരിച്ച് ഈ ഡ്രസ്സും ശ്രേയയുടെ അമ്മ തയ്ച്ചതായിരിക്കും. ഇത് ടോപ്പ് എൻ്റെ അമ്മ അടിച്ചതാ. ഈ ലെഹങ്ക എനിക്ക് സ്പോൺസർ ചെയ്തത് എൻ്റെ ഒരു മാഷുണ്ട്. എന്നെ 1ാം ക്ലാസ് മുതൽ ലൈറ്റ് മ്യൂസിക് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു മാഷ് എനിക്ക് സ്പോൺസർ ചെയ്തതാ. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ. ഇതാരുടെയാ? അമ്മയുടെ സാരിയാണോ? കറക്റ്റ്. അമ്മയുടെ കബേർഡിൽ ഇപ്പൊ സാരി ഒന്നും ഇല്ല. ചേച്ചി എല്ലാ സാരിയും വെട്ടി ഇവള് തയ്ക്കുക. അല്ല, ഇപ്പൊ അമ്മയ്ക്കൊന്നും പുറത്തു വരാൻ പറ്റത്തില്ലല്ലോ. ഈ സാരി എല്ലാം നിങ്ങളെടുത്ത് തയ്ച്ചാൽ എല്ലാ സാരി എന്തിനെടുക്കുന്നത്? ഇതിപ്പോ വാങ്ങിച്ച സാരിയാ. എന്തായാലും രണ്ടുപേരും നല്ല പച്ചയായ മനുഷ്യ സ്ത്രീകളായിട്ടുണ്ട്, നല്ല സുന്ദരികളായിട്ടുണ്ട്. താങ്ക് യു മാം. ബ്യൂട്ടിഫുൾ മോളെ. രണ്ടുപേരും നന്നായിട്ട് തന്നെ പാടി. എനിക്ക് ശ്രേയയുടെ കാര്യം എനിക്ക് മനസ്സിലാവും, കാരണം ഒരുപാട് പാടാൻ ആക്രാന്തമുള്ളൊരു ആളാണ്. കാരണം അത്രയും പാട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് ഈ കുട്ടിക്ക്. അപ്പോൾ പാടാൻ ആഗ്രഹം ഉണ്ടായിട്ട് ശബ്ദം നമ്മുടെ കൺട്രോളിൽ നിൽക്കാണ്ടിരിക്കുമ്പോഴൊരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അപ്പം മോൾ അതുകൊണ്ടാണ് എനിക്ക് തുടക്കത്തിൽ അവിടെ ഇവിടെയൊക്കെ ഈ ഒരു അടഞ്ഞ ഒരു ഫീല് വരുന്നുണ്ടായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് മോളുടെ ഒരു 100% കൊടുക്കാൻ പറ്റുന്നില്ല, അത് മനസ്സിലായി. അതുകൊണ്ടാണ് അവിടെ ഇവിടേക്ക് കുറേ പ്രശ്നങ്ങൾ വന്നത്. അതുകൊണ്ട് അത് എടുത്ത് പറയുന്നില്ല. ഇവിടെ നമ്മുടെ സ്നേഹക്കുട്ടി, തത്തക്കുട്ടി, സ്നേഹയുടെ ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. ഒരു പ്ലെസൻറ്റ് സിംഗിങ് ആയിരുന്നു ത്രൂ ഔട്ട് എല്ലാ പാട്ടിലും. ഞാൻ എൻജോയ് ചെയ്തു. എനിക്ക് മോളുടെ പിന്നെ വേറെ സാങ്കേതിക തടസ്സങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല സുഖമായി സ്മൂത്തായിട്ട് പോയി പാട്ട്. ശ്രേയ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം, വോയിസ് നല്ലോണം ശ്രദ്ധിക്കുക. അല്ലാതെ മനോഹരമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ്. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ആദ്യം സ്നേഹയുടെ. സ്നേഹ 8.9. താങ്ക് യു സർ. ശരത് സർ. സ്നേഹ സർ 8.9. താങ്ക് യു ചേച്ചി. സ്നേഹ മാം. 9.1. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 26.9. സൂപ്പർ. ഇനി ശ്രേയയുടെ. ഷനിക. ശ്രേയ ആ സർ. 8.7. താങ്ക് യു സർ. ശരത് സർ. 8.7. താങ്ക് യു സർ. ചേച്ചി. 8.7. താങ്ക് യു മാം. MG സർ. എവിടെ നോക്കട്ടെ, എവിടെ ഞാനിപ്പോ ആലോചിക്കുകയാണ്. യെസ് സർ. എന്റെ മുമ്പിൽ 2 എണ്ണം ഇരിപ്പുണ്ട്. മലബാർ അണ്ണൻ ഇരിപ്പുണ്ട്, അമൃതപടി അണ്ണൻ ഇരിപ്പുണ്ട്. ആ ശരി. ഞാൻ വേറെ എന്തോ വിചാരിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം. എന്താണ്? ഇതൊക്കെ എപ്പോ നടന്നു? ഇതൊക്കെ അങ്ങ് വന്ന് വീഴുന്നത്. അണ്ണൻ പാട്ടൊന്നും കേൾക്കല്ലടാ, ലൊട്ടൊക്കെ പരിപാടി കൊണ്ടിരിക്കുക. അതല്ല നിങ്ങളുടെ പാട്ടിനെ പറ്റി കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റാത്ത. ഇത് വേറൊന്നുമല്ല, ഇത് എണ്ണി ഇതിനകത്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്. മൊത്തത്തിൽ നന്നായിരുന്നു കേട്ടോ മോളെ. താങ്ക് യു സർ. ഓക്കെ, കിടക്കട്ടെ. 26.1. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.